എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെട്ടിനാട് ഡിഷാണ്, വെണ്ടയ്ക്ക മണ്ടി. ഇത് നമ്മുടെ പാലക്കാട് സ്റ്റൈൽ മുളക് വറുത്ത പുളിയുടെയൊക്കെ ഒരു അതേ രീതിയിലുള്ളൊരു കറിയാണ്. അപ്പോൾ എന്താ ഈ മണ്ടി എന്നുള്ള പേരെന്ന് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അതിന് മുന്നേ നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. നമ്മൾ 1 കപ്പ് വെണ്ടയ്ക്ക അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നീളത്തിൽ സാമ്പാറിനെ നുറുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ചെറുതായിട്ട് നുറുക്കിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്, ഒരു ചെറിയ കഷ്ണം പുളി. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കടുക് വേണം. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4 അല്ലിയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. സാധാരണ കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്, ഞാനിവിടെ കുറച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് വറ്റൽമുളക്. ഇത് രണ്ടും കൂടുതൽ വേണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു എരിവാണ്, മുളകിൻ്റെ എരിവാണ് കറിയുടെ ടേസ്റ്റ്. അപ്പോൾ രണ്ടും അത്യാവശ്യം എടുക്കണം. ഞാനിവിടെ ഒരു 5 പച്ചമുളകും ഒരു 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ സവാള അരിഞ്ഞതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി മാത്രമായിട്ടും വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര, അതൊരു എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടേസ്റ്റുകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കായം വേണം, അതുപോലെ ആവശ്യത്തിന് എണ്ണ, ഉപ്പ്. ഇനി ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ മണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ മണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അരി കഴുകിയ വെള്ളത്തിനെയാണ് മണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ദോശ റൈസാണ് എടുത്തത്. അതൊരു 1-2 തവണ കഴുകിയ ശേഷം, അല്ലെങ്കിൽ അതിൽ ചളി എന്തൊക്കെ ഉണ്ടാവും, അപ്പോൾ കഴുകാതെ നമ്മൾ വെള്ളം എടുക്കാൻ പാടില്ല. ഒന്ന് കഴുകിയ ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് കുറച്ച് 2 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലത്തെ സ്റ്റാർച്ചും ഇതൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. ആ വെള്ളമാണ് നമ്മളുടെ ഈ ഒരു കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ മണ്ടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ നനയ്ക്കുമ്പോൾ ഇഡ്ഡലിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് റൈസ് നനയ്ക്കുക. അപ്പോൾ ആ വെള്ളം വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാം. പക്ഷേ അരി കഴുകിയ ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂണോളം, എന്തായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആയാലും അല്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കണം അത് ഉപയോഗിക്കാം. അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ നല്ല മാറി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ വീണ്ടും ഒരു 2.5 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉഴുന്നും, അതുപോലെ തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ട് കളറ് മാറി വരണം. അതുവരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വന്നു. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയ ശേഷം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഇത്ര ചേർത്തത്. അതുപോലെ വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ സവാള നുറുക്കിയതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഉള്ളിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്കൊക്കെ ചേർത്ത് വഴറ്റിയ ശേഷം നമ്മൾ അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ്, നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചെറിയ അളവിൽ പുളി എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പുളി നന്നായിട്ട് തിളയ്ക്കണം. അതുപോലെ വെണ്ടയ്ക്കയിൽ ഉപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മണ്ടി, അതായത് അരി കഴുകിയ വെള്ളം, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്ര കൊഴുപ്പില്ലാത്ത വെള്ളമാണെങ്കിൽ, കൊഴുപ്പ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് 1 ടീസ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കുറുകി വരും. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അരിപ്പൊടി ചേർത്താൽ നന്നായിട്ട് കുറുകി വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. കാരണം അത് പുളി എരിവ് എല്ലാം കൂടിയതാണ്. അപ്പോൾ ചെറിയൊരു മധുരം കൂടി വരാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം
കുറുക്കിയെടുക്കണം. അങ്ങനെ നമ്മളുടെ വെണ്ടയ്ക്ക മണ്ടി നല്ല കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ചെറിയ എരിവും പുളിയും മധുരമൊക്കെ കൂടിയൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വഴുതനങ്ങ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്